ആരും തന്നെ ശ്രദ്ധിക്കാത്ത തെരുവിൽ ജീവിക്കുന്ന ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് ശിവാനി. ഇവൾ ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒട്ടും ഭംഗിയില്ല എന്ന് തോന്നിയെങ്കിലും ഇവളിൽ ഒളിഞ്ഞു കിടക്കുന്ന സൗന്ദര്യം ഞാൻ അങ്ങോട്ട് പുറത്തെടുക്കാൻ വേണ്ടി പോവാണ്. ആ ചുറ്റിലുണ്ടായിരുന്നവരെ എല്ലാവരും അതിശയിപ്പിച്ച ഭംഗിയായിരുന്നു കേട്ടോ അവളുടെ മുഖത്തിനുണ്ടായിരുന്നത്. ചെറിയൊരു മേക്ക് ഓവറാണ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിശയിപ്പിക്കുന്ന ഭംഗി തന്നെ ഞാൻ അവളെ മുഖത്ത് കണ്ടിരുന്നത്. അത്രക്കും അടിപൊളിയായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് ഭംഗി ഓൾറെഡി ഉണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയില്ലാതെ നടന്നൊരു പെൺകുട്ടി ഇവളായിരുന്നു. ഇവളെ സന്തോഷം അതെനിക്ക് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റൂലായിരുന്നു. എനിക്ക് ഇവളിൽ ഞാനായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവളുടെ അമ്മക്കായാലും ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു കോലത്തിൽ അവളെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞതിൽ കേട്ടോ. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ഇവിടെ ഞാൻ ഇവളുടെ ഒരു മേക്ക് ഓവറാണ് കാണിക്കുന്നത്. എനിക്ക് എന്താ കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കുട്ടിക്ക് എത്ര വലിയ മേക്ക് ഓവറാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുന്നുള്ളൂ. സോ അവളുടെ ഒരു സന്തോഷം അത് മാത്രം കൂടി ആട്ടോ ഞാൻ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്രീം അവളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മുഖത്ത് നല്ല ചളികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഞാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കളറ് അവൾക്ക് നല്ല രീതിയിൽ സ്യൂട്ടായിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് അബ്സോർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയില്ല ആരെയാണ് കിട്ടുക എന്നുള്ളത്, പക്ഷേ ഇവളെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തെന്നല്ല, നല്ല രീതിയിൽ തന്നെ അവൾക്കത് ചേർന്ന് തന്നെ പറയണം. അതിൻ്റെ കൂടെ അവളുടെ അമ്മ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അവളെ മാറ്റി ഒരുങ്ങി കാണാനുള്ള കൊതി കൊണ്ടാണ് അവിടെ ഇവിടെ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞാനിതാ ഐഷോടെ യൂസ് ചെയ്യാണ്, നൈക്കേൻ്റെ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കേണ്ട, അത് അവൾക്ക് നല്ല രീതിയിൽ ചേരും. പ്രത്യേകിച്ച് ബ്രൗൺ സ്കിൻ ടോൺക്ക് പറ്റിയ ഷെയ്ഡാണ് ഈ ഷിമ്മറി ബ്രൗൺ കളർ, അതായത് ഗോൾഡൻ കളറും പിങ്ക് കളറും ഇട്ടും ഭയങ്കര രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കുട്ടീനെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യണില്ല. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ആരായിരിക്കും എനിക്ക് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ മേക്കപ്പും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങളിൽ നല്ലത് എന്താണോ കയ്യിലുള്ളത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാതെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കരുത്. എപ്പോഴും നമ്മളെ കയ്യിലുള്ള എന്താണോ അതെല്ലാവർക്കും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന നല്ലതാണ്, വലിയ ബ്രാൻഡാണെങ്കിലും അത് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ കുട്ടിക്ക് കൊടുത്തത് നല്ലത് മാത്രമാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പാണ് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. സോ ഈ ഒരു കുട്ടിക്ക് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാ ഈ ഒരു കളർ തന്നെയാണ് അവൾക്ക് ചേരുന്നതെന്ന് എനിക്ക് തോന്നി, പക്ഷേ കുഴപ്പമില്ല, അത് അവൾക്ക് നല്ലോണം സ്യൂട്ടായിട്ടുണ്ട് അബ്സോർവ് ചെയ്തപ്പോൾ. പിന്നെ ഞാൻ ഹൈലൈറ്റർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും കുഴപ്പമില്ലാതെ തന്നെ അവൾക്ക് യോജിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, രസമുണ്ട് കേട്ടോ കാണാം. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴാണ് കുറച്ചുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഐബ്രോ ഫിൽ ചെയ്യുമ്പോഴേ നമുക്ക് ആ ഭംഗി അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള കളറുള്ള കുട്ടികൾക്ക് അത് കൂടുതലായിട്ട് എടുത്ത് കാണിക്കൂല. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുമ്പോഴേ അവിടെ ഭംഗി തിരിച്ചറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോഴേ ഈ ഭംഗി തോന്നുന്നില്ല എന്ന് പറയരുത്. കാരണം ഫുൾ കംപ്ലീറ്റ് ആകുമ്പോഴേ നമുക്ക് ആ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ ഈ ഒരു ടോണുള്ളവർക്ക് കേട്ടോ. സോ നിങ്ങൾ നോക്കുക, എന്ത് രസം അതിനെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബ്രദറാണ് ഈ കുട്ടി. സോ അവനക്കും ഭയങ്കര ആഗ്രഹം ലിപ്സ്റ്റിക് ഇടണം എന്നൊക്കെ. സോ ഇവളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ, മേക്കപ്പ് ഇട്ടതിൻ്റെ ഒരു ലുക്ക് ഇതാണ്. ഇനി ഫുൾ ഡ്രസ്സും കാര്യങ്ങളും കോസ്റ്റ്യൂമൊക്കെ വരുമ്പോൾ അവളുടെ ഭംഗി നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവളുടെ ആരോ ആണ് കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു കുട്ടീനെയായിരുന്നു ഞാൻ ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് മേക്ക് ഓവർ, പക്ഷേ ഇവൾ ചാടി കയറി വന്നിരുന്നതാണ് എനിക്ക് വേണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇവളെയാണ് ഞാൻ പിടിച്ചിരുത്തി ചെയ്തതല്ല, ഇവൾ തന്നെ വന്നതാണ്. സോ ഈ വരുന്ന കുട്ടീനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്, പക്ഷേ ഇവളാണ് ഒടുക്കത്തെ ഗ്ലാമർ. ഇവളങ്ങ് കൊണ്ടുപോയി. പിന്നെ അവളുടെ അമ്മ അവൾക്ക് കമ്മലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സായിരുന്നു ഞാൻ അവൾക്ക് കൊടുത്തിരുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ അവൾക്ക് കൊടുത്തത്. കാരണം ഞാൻ അങ്ങനെ പറയാൻ തന്നെ കാരണം ഒരുപാട് ആൾക്കാർ നമ്മളിൽ നല്ലത് കൊടുക്കാൻ ശ്രമിക്കൂല, മാറ്റി വെക്കും. അത് എനിക്കൊരു അനുഭവം കൊണ്ട് പറയാണ് ഇവിടെ. സോ അതുകൊണ്ടാണ് നമ്മളെ കയ്യിലുള്ളത് എന്താണോ അത് നല്ലത് നിങ്ങൾ കൊടുത്തിരിക്കണം എന്നാണ്. സോ ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക്. ഇനി നിങ്ങൾ പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എനിക്കൊന്നും ഓവറായിട്ട് തോന്നിയില്ല, എല്ലാതും നോർമലായിരുന്നു. സോ അവൾ പറയുന്നത് എനിക്ക് ഈ ഫോട്ടോ വേണം, ഈ വീഡിയോ വേണം, ഇതൊക്കെയാണ് അവൾ പറയുന്നത്. എനിക്കിത് കിട്ടണം എന്നൊക്കെയാണ് കുട്ടി പറയുന്നത് കേട്ടോ. സോ അവൾക്ക് മലയാളം അറിയാം, എല്ലാ ഭാഷയും അവർക്ക് അറിയാം, ഭയങ്കരമാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്ന ആ ഒരു പെൺകുട്ടീനെയാണ് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ബൈ.